ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. എന്നോട് പല ആൾക്കാരും കമൻറ്റ്സ് ചോദിക്കാറുണ്ട്, ബ്രോ യൂസ് ചെയ്യുന്ന ഫോൺ ഏതാണ്, ഏതിലാണ് വീഡിയോസ് എടുക്കാറ്, എങ്ങനെയാണ് എഡിറ്റ് ചെയ്യാറ്, അല്ലെങ്കിൽ ഡെസ്ക് ടോപ്പിൻ്റെ വീഡിയോ ചെയ്യാവോ എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അതിനൊക്കെയായിട്ട് ഞാൻ ഇന്നൊരു സ്റ്റുഡിയോ ടൂർ വീഡിയോ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ എല്ലാ കാര്യങ്ങളും ഞാനിന്ന് പറഞ്ഞുതരാം, എന്തൊക്കെയാണ് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റ് ഇതിപ്പോൾ റീസെൻ്റായിട്ട് വാങ്ങിയതാണ്. അതിന് മുമ്പേ ഞാൻ മറ്റേ ഈ കാർഡ്ബോർഡ് ബോക്സിലെല്ലാം ആക്കിയിട്ട് സോഫ്റ്റ് ബോക്സ് ആയിട്ട് യൂസ് ചെയ്തത്. ഇതിപ്പം ഗോഡക്സിൻ്റെ SL60W എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇത് സെപ്പറേറ്റ് വാങ്ങുന്നതാണ്, ബോക്സും ലൈറ്റും സ്റ്റാൻഡ് ഡിജിടെക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് സ്റ്റാൻഡാണ്. എനിക്കിത് വാങ്ങുമ്പോൾ ഏറ്റവും കൺഫ്യൂഷൻ വന്നത് ഇത് ഏത് സ്റ്റാൻഡ് വാങ്ങണം. കാരണം ഒട്ടുമിക്ക വീഡിയോയിലും സ്റ്റാൻഡ് ഏതാന്ന് വാങ്ങിയെന്ന് ആരും പറയുന്നുണ്ടാവില്ല. ഈ ഓൺലൈനിൽ തപ്പുമ്പോൾ സ്റ്റാൻഡിന് അങ്ങനെ വലിയ റേറ്റിലുള്ള സ്റ്റാൻഡൊന്നുമില്ല. ഒന്നാമത് ഇതിന് ഭയങ്കര വെയിറ്റ് ആയതുകൊണ്ട് ഇത് ഏത് വാങ്ങും. ലാസ്റ്റ് ഡിജിടെക്കിൻ്റെ സാധനം വാങ്ങിച്ചു. പിന്നെ ഇവിടെയാണ് ഞാൻ കിടക്കുന്ന കട്ടിൽ, അത് വേണ്ട. പിന്നെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഇതിലാണ് ഞാൻ ഇതിൻ്റെ മുമ്പേ റീസെൻ്റായിട്ട് ഞാൻ വീഡിയോ എടുത്തത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ്. ഇതും അതുപോലെ തന്നെ. ഇത് എന്താണ്, ഇതിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല. ഞാൻ ആദ്യം ഏതെല്ലോ കാട്ടൻ്റെ വീഡിയോയിലൊക്കെ പോയി ചോദിച്ചു എന്താ സംഭവം എന്നല്ല. പക്ഷെ അങ്ങനെ സ്ഥലത്തൊന്നും ഇതില്ല. ശരിക്കും ഇതൊരു ഫോട്ടോ എടുക്കുന്നതിൻ്റെ ബാക്കിൽ വെക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ഡ്രോപ്പോ അങ്ങനെ എന്തോ സാധനമായത്. ഇതും ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാൽ. ഇതിൻ്റെയൊക്കെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോയിട്ട് വാങ്ങിച്ചോളൂ ആവശ്യമുണ്ടെങ്കിൽ. പിന്നെ ഇതാണ് നമ്മുടെ ട്രൈപ്പോഡും ഡിജിടെക്കിൻ്റെ ആണ്. ഇത് ഞാൻ കുറേ ആയിട്ട് ഇത് വാങ്ങിയിട്ട്, ഇതൊരു 2 വർഷത്തിന് മേലെ ഈ സാധനം വാങ്ങിച്ചിട്ട്. ഇതും ഡിജിടെക്കിൻ്റെ DTR 480LW എന്ന് പറയുന്ന ഒരു 1000 രൂപ അത്ര ഇതിന് വരുന്നുള്ളൂ. പക്ഷെ ഞാൻ ഇപ്പോൾ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഇത് തന്നെ ധാരാളമാണ്, പിന്നെ വേറെ വാങ്ങണം തോന്നിയിട്ടില്ല. ഇതിൽ വെക്കുന്ന ഈ മൊബൈൽ ഹോൾഡർ മീഷോ എന്ന് വാങ്ങിച്ചാൽ, മീഷോയിൽ ഈ ചെറിയ ചെറിയ സാധനമെല്ലാം ഭയങ്കര ചെറിയ പൈസ കിട്ടും. ഇതിനകം 100 അങ്ങറ്റേ ഉള്ളൂ. പക്ഷെ ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കുമ്പോൾ 200-300 അതിന് റേറ്റ് വരും. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇത് എന്താ ഫ്ലോർ ലാമ്പ്. ഈ ഫ്ലോർ ലാമ്പും അധികം ആളെ വീഡിയോയിൽ നിങ്ങൾ ഈ സാധനം കണ്ടിട്ടുണ്ടാവും. ഇതും ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഒരു 1800 ആ റേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ വലിയ ക്വാളിറ്റി ഇല്ല കേട്ടോ സാധനം. എന്നെ പിടിച്ചാടും. ഇതിങ്ങനെയാണെന്നും അറിയില്ല, ഇനി എനിക്ക് കിട്ടിയ സാധനത്തിൻ്റെ കംപ്ലൈൻ്റ് ആണെന്നും അറിയില്ല. പിന്നെ നമ്മളെ ചെയർ എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം, അല്ലെങ്കിൽ ഏറ്റവും ഞാൻ യൂസ് ചെയ്യുന്ന ഈ ചെയറായിരിക്കും. ഇത് സെൽബെൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ചെയറാണ്. ഇത് വാങ്ങിയ സമയത്ത് ആകെ 2-3 വർഷത്തേക്കുള്ള വാറണ്ടി മാത്രമേ ഉണ്ടായിട്ടു. പിന്നെ അവർ കോൾ ചെയ്തിട്ട് പറഞ്ഞു ഇതിൻ്റെ റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ എക്സ്ട്രാ 2-3 വർഷത്തേക്ക് വാറണ്ടി തരും എന്ന് പറഞ്ഞിട്ട് ഞാൻ വെറുതെ ഇതെല്ലാം റിവ്യൂവിൽ തട്ടിക്കൊടുത്ത് അവർ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ആംറസ്റ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമെല്ലാം ഉണ്ട്, കുഴപ്പമില്ല. ഇതും ഒരു 8K റേഞ്ച്. ഞാൻ വാങ്ങിയ സമയത്ത് 8K ഉണ്ടായത്, പിന്നെ ഇതിന് വില കുറഞ്ഞു. നമ്മളിപ്പോൾ എന്ത് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ആദ്യം ഭയങ്കര പൈസ ആയിരിക്കും, പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ വില നല്ല രീതിക്ക് കുറയും. അതുപോലെ ഇതിൻ്റെ വിലയും ഒന്ന് കുറച്ചുണ്ടായിരുന്നു. ബാക്ക് നല്ല രസമില്ലേ, ഫുള്ള് ഇത് എന്തോ സാധനം, ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ പേരൊക്കെ അറിയില്ല. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഫ്ലോറിൽ ഞാൻ ഈ സ്റ്റുഡിയോയിലൊക്കെ ഇടുന്ന മാറ്റാണിത്. ഈ മാറ്റ് ഈ റൂം ഫുള്ള് ചെയ്യാനായത് ഓൾമോസ്റ്റ് ഒരു 3000 ആമസോണിൽ വാങ്ങിച്ചിട്ട് ഞാൻ തന്നെ കട്ട് ചെയ്തിട്ട് ഇട്ട സാധനമാണ്. വലിയ പണിയൊന്നുമില്ല, അങ്ങനെ ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ എഡ്ജ് മാത്രം ഒട്ടിച്ചാൽ മതി, വേറെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പം അത്ര സ്മൂത്തൊന്നുമില്ല, കുറച്ച് ഹാർഡായി സാധനം. ആ വാങ്ങിയ സമയത്തുള്ള സ്മൂത്ത്നെസ് ഒന്നും ഇപ്പോൾ ഇല്ല. നമ്മളെ UPS കാണിച്ചു കൊടുത്തേ. ഇത് സെബ്രോണിക്സിൻ്റെ ഒരു എൻട്രി ലെവൽ UPS ആണ്, വലിയ സംഭവമൊന്നുമില്ല. 2100 ആ റേഞ്ച് മാത്രം റേറ്റ് വരുന്നുള്ളൂ. പിന്നെ ഇത് ഞാൻ രണ്ടാമത് മേടിച്ച മൗസ്. ഞാൻ ആദ്യം യൂസ് ചെയ്ത മൈക്ക്. ഞാൻ ആദ്യം യൂസ് ചെയ്തത് സാംസങ്ങിൻ്റെ സാധാ ഇയർഫോൺ ഉണ്ടാവില്ല, പണ്ട് ഫോണൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്നത്. അങ്ങനത്തെ ഒരു ഇയർഫോണിലാണ് ഞാൻ ആദ്യം റെക്കോർഡ് ചെയ്തത്. പിന്നെ ഞാനൊരു 200 രൂപയുടെ ഒരു മൈക്ക് വാങ്ങിയായിരുന്നു ആമസോൺ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മാറ്റം. അതിനുശേഷം മൂന്നാമതാണ് ഞാൻ ഈ ഒരു ബോയുടെ മൈക്ക് മേടിക്കുന്നത്. അതിനുശേഷമാണ് ഈ മൈക്കൊക്കെ മേടിക്കുന്നത്. ഇതും 800. പക്ഷെ ഇത് വെച്ചിട്ടാണ് ഒട്ടുമിക്ക എല്ലാ ക്രിയേറ്റേഴ്സും സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ ഒരു മൈക്ക് വെച്ച്. ഞാൻ പിന്നെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടല്ല, ഞാൻ ഇയർഫോൺ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനത്തെ ഒരു വെറൈറ്റി നമുക്കുണ്ട്. പിന്നെ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന പവർ ബാങ്ക്, ബോയയുടെ 20000 mAh. പക്ഷെ നല്ല ഫാസ്റ്റ് ആട്ടോ, പെട്ടെന്ന് ചാർജ് ആവും. ബോട്ടിൻ്റെ 20000 mAh ബാറ്ററി, പവർ ബാങ്ക്.
ഇതൊക്കെ പോയി ഫുള്ള് സ്ക്രാച്ചൊക്കെ വീണു. പക്ഷെ കുറച്ച് യൂസ് ചെയ്യുന്നത് കുഴപ്പമില്ല. എനിക്ക് ആദ്യം ഒരു 10,000 mAh ഉണ്ടായിരുന്നു, അത് പിന്നെ എവിടെ കളഞ്ഞു പോയതാണ്, വണ്ടിയിൽ നിന്ന് വീണ് സാധനം കാണാതായി പോയി. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഒരു എന്നാണ് നൗ എസ്റ്റർഡേ ടുമാറോ, അത് ഒന്നും കിട്ടിയിട്ട് കാണാൻ കുറച്ച് ലുക്കില്ലതുകൊണ്ട് മാത്രം മേടിച്ചല്ല, വേറെ സംഭവമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ബാക്കിൽ ഫുൾ LED സ്ട്രിപ്പ് ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ഈ മൊബൈൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. ഇതിൻ്റെ ബ്രാൻഡ് ഞാനിത് ഓഫ്ലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ എങ്ങനെ ബ്രാൻഡൊന്നും ഉണ്ടാവില്ല, ഇത് ഏതൊരു ബ്രാൻഡ് ആടെ ഇല്ലേൽ ഏറ്റവും നല്ല സാധനം വാങ്ങിച്ചു, അത്രയില്ല. എല്ലാ കളേഴ്സും ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും മൊബൈലിൽ തന്നെ. ഇത് മാത്രമല്ല, എന്ത് വേണമെങ്കിലും പാട്ടൊക്കെ വെച്ച് അതിൻ്റെ ഒന്നിച്ചാൽ ഈ സാധനം ഇങ്ങനെ തുള്ളിക്കളിക്കുന്ന സംഭവമെല്ലാം ഉണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇതൊരു വാൾ ഷെൽഫോ തട്ടോ എന്ത് വേണമെങ്കിലും പറയാം. ഇതും ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ്. ഇത് 3 പീസാട്ടോ, 1 2 3. ഇത് വിറ്റിയിലൊക്കെ ഭയങ്കര പണിയുണ്ടായത്. ഞാൻ ശരിക്കും കുറച്ചും കൂടെ നല്ല തിക്കായിട്ടുള്ള സാധനം ഉദ്ദേശിച്ചത്, പക്ഷേ ഈ പ്രൈസിന് അത് എന്തായാലും കിട്ടത്തില്ല. ഓൺലൈനിൽ അങ്ങനത്തെ തിക്കായിട്ടുള്ള സാധനമൊന്നുമില്ല. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മളെ കുറച്ച് ചെടികൾ, പച്ചപ്പ്, അതുപോലെ തന്നെ ഇവിടെ ഒരുത്തനുണ്ട്, ഇവിടെ ഒരുത്തനുണ്ട്. കുറച്ച് പഴയ ഏതൊക്കെയോ ബുക്കുകളുണ്ട്, നമ്മളത് വായിക്കാത്തതാണ്. പിന്നെ ക്ലോക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. ക്ലോക്ക് നല്ല ലുക്കുള്ള ഒരു എന്താ പറയുക, ഏതോ ബ്രാൻഡൊന്നും അങ്ങനെയില്ല, ഒരുപാട് ബ്രാൻഡിൻ്റെ ക്ലോക്ക് ഉണ്ടാവും ഇങ്ങനത്തെ. ഇത് ഞാൻ പേടിച്ചോണ്ടോ ഈ സാധനം വാങ്ങിച്ചു, കാരണം വാങ്ങിച്ചിട്ട് ഇനിയിപ്പോൾ അഥവാ അടിച്ചു പോയാലൊന്നും അടിച്ചു പോയാൽ ചെയ്യൽ ആരോട് പോയി പറയാനൊന്നും പറ്റില്ലല്ലോ. പക്ഷെ ഇത് വാങ്ങിയിട്ട് ഒരു 4 മാസം അങ്ങോട്ട് ആയി തോന്നുന്നു. സ്റ്റിൽ ഇപ്പോഴും വർക്കിങ്. ഇതിൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇത് പവർ കൊടുത്താലേ വർക്കാവും, പവർ കൊടുത്താൽ മാത്രമേ ഈ സാധനം വർക്കാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കേബിൾ ഇതിലേക്ക് കൂടി വലിച്ചിട്ട് അങ്ങനെയൊക്കെ കുറച്ച് പണി വെട്ടിട്ടാണ് ചെയ്യുന്നത്. ബാറ്ററി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, പക്ഷെ ബാറ്ററി മെമ്മറി ഫങ്ഷൻ മാത്രമേ വർക്കാവും. പ്രസ് ചെയ്യണം പോയിട്ട്, മറ്റേ വാച്ചൊക്കെ സ്മാർട്ട് ഏതാണ് അങ്ങനെ പ്രസ് ചെയ്താൽ മാത്രമേ അത് വർക്കാവും. പിന്നെ ഒരു നമ്പർ കാണാത്ത കലണ്ടർ, ഭയങ്കര ചെറിയ സമയം അടുത്ത് പോയാലേ ഏതാ ഡേറ്റ് എന്നൊക്കെ തിരിയുള്ളൂ, അങ്ങനത്തെ ഒരു കലണ്ടർ ഫ്രം ഫ്ലിപ്കാർട്ടോ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതാണ് നമ്മുടെ ഡെസ്ക് ടോപ്പ്. എനിക്ക് പണ്ടോട്ടേ എനിക്ക് വൈറ്റ് ടേബിൾ വാങ്ങണം എന്ന് ഒരുപാട് വിചാരിച്ചാണ്. അങ്ങനെ വൈറ്റ് വാങ്ങാൻ പോകുമ്പോൾ എവിടെയും അങ്ങനെ ഫുൾ വൈറ്റ് കിട്ടാനേ ഇല്ല, എല്ലായിടത്തും ഈ മുകൾ ഭാഗം മാത്രമേ വൈറ്റ് ഉണ്ടാവും. അങ്ങനെ പറഞ്ഞിട്ട് ഇതൊരു കസ്റ്റം ചെയ്യിപ്പിച്ചാണ് ഫുൾ വൈറ്റ് ആയിട്ട്. ഇതിനാകെ ഒരു 6,000 രൂപ അത്ര മാത്രമേ കോസ്റ്റ് വരുന്നുള്ളൂ. ഓൺലൈനിലും ഇതുണ്ട്, ഓൺലൈനിലും ഇതേ പ്രൈസാണ്. പിന്നെ ഓൺലൈനിൽ വാങ്ങിച്ചാൽ എങ്ങനെ ക്വാളിറ്റി എന്തൊന്നും അറിയാത്തതുകൊണ്ട് ഓൺലൈനിൽ വാങ്ങിയിട്ടില്ല. പിന്നെ നമ്മളെ പി സിയുടെ അടുത്തുനിന്ന് കാണിച്ചെടുത്ത് PC ഇതിനെപ്പറ്റി അറിയുന്നവർക്ക് മനസ്സിലാവും, ഇതിൻ്റെ അകത്തൊന്നുമില്ല, കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. ഒരു പഴയ ഒരു മദർ ബോർഡൊക്കെയാണ്. ആക്ച്വലി ഈ ഒരു സാധനം കണ്ട, ഇതാണ് അത്. ഇത് നമ്മൾ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്താണ്. ഇതൊരു സെബ്രോണിക്സിൻ്റെ ക്യാബിൻ വാങ്ങിച്ചിട്ട് ഈ സാധനമൊക്കെ നേരെ അതിലേക്ക് കൊണ്ട് ഫിറ്റ് ചെയ്തൊക്കെ ഞാൻ തന്നെയാണ്. അതുകൊണ്ട് സാധനം കുറച്ച് ദിവസം കഴിയുമ്പോൾ അടിച്ചു പോയി. ഇതിൻ്റെ ഹാർഡ് ഡിസ്കും SMBS ഒക്കെ അടിച്ചു പോയിട്ട് ഒന്നും കൂടെ വേറെ സ്ഥലത്ത് കൊടുത്തിട്ട് അതൊക്കെ മാറ്റി, ഹാർഡ് ഡിസ്ക് മാറ്റിയിട്ട് SSD ഇട്ടു. അതുകൊണ്ട് നല്ല ഫാസ്റ്റായി, അത്യാവശ്യം നല്ല പ്രായമുള്ളതായതുകൊണ്ട് ഭയങ്കര സ്ലോ ആണ് ഉണ്ടായത്. പക്ഷെ ഇപ്പം ബാക്കിയുള്ള നമുക്ക് ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ ചെയ്യാൻ വേണ്ടി പറ്റും. എഡിറ്റിങ്ങും അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല, ബേസിക് ആയിട്ടുള്ള സാധനം അതിന് സ്മൂത്തായിട്ട് ഇപ്പം വർക്ക് ആവുന്നുണ്ട്. അല്ലെങ്കിലൊക്കെ ഓണായി വരാൻ കുറേ ടൈം എടുക്കും. ഇപ്പം പെട്ടെന്ന് ഓണായി വരും, അങ്ങനത്തെ ഒരു ഇഷ്യൂ ഒന്നുമില്ല. ഒരുപാട് ലൈറ്റൊക്കെ ഉണ്ട്, അതുകൊണ്ട് നല്ല രസമാണ്, കളർഫുള്ളാണ് ലൈറ്റ്. ഒരു 5-6 ഫാൻ ഉണ്ട് ടോട്ടലായിട്ട്. പിന്നെ നമ്മുടെ മോണിറ്ററും OnePlusൻ്റെ മോണിറ്ററാണ്. OnePlus മോണിറ്റർ ഇറക്കി, 2 മോണിറ്റർ OnePlus ആകെ ഇറക്കിയിട്ടുള്ളൂ. ആ 2 ഇപ്പോൾ വാങ്ങാൻ കിട്ടത്തില്ല, അത് നിർത്തി. ഞാൻ വാങ്ങിയതിന് ശേഷം ഈ സാധനം ഉണ്ടായിട്ടാ. ഇപ്പം വർക്കാവുന്നുണ്ട്, ഇഷ്യൂ ഇല്ല. ഇനി എപ്പം പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നറിയത്തില്ല, പുതിയ വാങ്ങേണ്ടി വരും. പക്ഷെ ഇപ്പം സ്റ്റിൽ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം സ്ലിമ്മാണ്, നല്ല ലുക്ക് ഉണ്ട്. ഈ ആപ്പിളിൻ്റെ ഒക്കെ മോണിറ്ററിൻ്റെ ആ ഒരു ഡിസൈനായി ഇതിന് കൊടുത്തത്. ഇതിൻ്റെ ഈ ഒരു എന്താ പറയല്, സ്റ്റാൻഡാ, അവർ ആപ്പിളിൻ്റെ ഒക്കെ ഒരു ഡിസൈൻ പോലെയാണ് അതല്ല. പിന്നെ സ്പീക്കർ സൗണ്ട് ബാറാണ് യൂസ് ചെയ്യുന്നത്, മിവിയുടെ സൗണ്ട് ബാറാണ്. മിവിയുടെ ഒരു 2000 രൂപയുടെ ഒരു 20 വാട്ടോ അത്ര അങ്ങോട്ടേ ഉള്ളൂ. നോർമലാണ്, എനിക്കങ്ങനെ വലിയ ലൗഡായിട്ടുള്ള സൗണ്ട് വെക്കാത്തത് കൊണ്ട് എനിക്ക് പിന്നെ അങ്ങനെ വലിയ ഹോം തിയേറ്റർ ഒന്നും വേണമെന്നില്ല, അതുകൊണ്ട് ഇങ്ങനത്തെ വാങ്ങിച്ചത്. പിന്നെ നമ്മുടെ കീബോർഡും മൗസും സെബ്രോണിക്സിൻ്റെ ഒരു സെറ്റായിട്ട് വരുന്നതാണ്. RGB ആണ്, ലൈറ്റൊക്കെ കത്തും. പക്ഷേ ലൈറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി കണ്ണാപ്പിയാണ്. ഞാൻ ലൈറ്റൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല, പണ്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്, ഇപ്പം യൂസ് ചെയ്യാറില്ല. പിന്നെ എന്താ മൗസ് പാഡും
ആൻറ്റി സ്പോർട്സിൻ്റെ കീബോർഡ് പ്ലസ് മൗസ് പാഡ്, വലിയ മൗസ് പാഡ്. പിന്നെ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മൈക്ക്. ഇപ്പം ഈ മൈക്ക് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്. ഇത് മവോനോ എന്ന് പറഞ്ഞ ബ്രാൻഡ് മൈക്കാണ്. ഇതും ലൈറ്റൊക്കെ കത്തുന്ന ടച്ച് വെച്ച് നമുക്ക് ലൈറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ടച്ചാണ്, സ്വിച്ച് അല്ല, ഫുൾ ടെക്നോളജിയാണ്. ടച്ചുള്ള മൈക്ക്. പിന്നെ നോയ്സ് ക്യാൻസലേഷൻ നമുക്ക് ഇവിടുന്ന് ഓൺ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരുപാട് സെറ്റപ്പൊക്കെ ഉള്ള ഒരു മൈക്കാണ്. ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ ടൈം അത്യാവശ്യം ഇപ്പോൾ ഒരു 1.5 വർഷമായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇഷ്യൂസ് ഒന്നുമില്ല. അപ്ഗ്രേഡ് ചെയ്യണം. അത്യാവശ്യം നോയ്സൊക്കെ ഇതിൽ വരുന്നുണ്ട്. നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആയി കഴിഞ്ഞാൽ ഒരു വോയിസ് കട്ടാവുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് ഞാനത് ഓൺ ആക്കാറില്ല. പിന്നെ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഫോൺ. സാംസങ്ങിൻ്റെ S23 ആണ്. എൻ്റെ വീഡിയോസ് ഡെയിലി കാണുന്നവർക്ക് മനസ്സിലാവും. ഇതിൽ തന്നെ ഞാൻ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആപ്പ് എന്താ പറയുന്നത്, ആദ്യം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത് കൈൻമാസ്റ്ററിലായിരുന്നു. പിന്നെ ഞാൻ അതിൽ നിന്ന് പവർ ഡയറക്റ്റിലേക്ക് മാറി. ഇപ്പം ഞാൻ സ്റ്റിൽ യൂസ് ചെയ്യുന്നത് VN എന്ന് പറയുന്നൊരു ആപ്പിലാണ്. കുറച്ചധികം ഫീച്ചേഴ്സ് അതിൽ കിട്ടുന്നതുകൊണ്ട് അതിലേക്ക് മാറി. ഇപ്പോഴും ഗ്രീൻ ലൈൻ ഒന്നും വേണ്ടില്ല, വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാം. സെക്കൻഡറി ആയിട്ട് യൂസ് ചെയ്യുന്നത് റിയൽമിയുടെ 7 എന്ന് പറഞ്ഞ മോഡലാണ്. ഓൾമോസ്റ്റ് ഒരു 4.5 years ആയി, 5 വർഷം ആവാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ ഇപ്പോഴും ആ ഒരു ഇഷ്യൂ ഇല്ല കേട്ടോ. അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് ലാഗ് ഇല്ലാതെ വർക്ക് ആവുന്നുണ്ട്. കുഴപ്പമില്ല. ഇപ്പോഴും റിയൽമി എന്താ പറയുക ഭയങ്കര ഫാസ്റ്റ് ആട്ടോ. ബാക്കിയുള്ള ബ്രാൻഡൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു 3 വർഷം കഴിയുമ്പോഴേ തുടങ്ങും സ്റ്റക്ക് ആവാൻ വേണ്ടി. പക്ഷെ ഇപ്പോഴും റിയൽമി ഞെട്ടിച്ചിട്ട് ഭയങ്കര സ്മൂത്തായിട്ട് തന്നെ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്റ്റുഡിയോ സെറ്റപ്പ് എന്ന് പറയുന്നത്. ചെറിയൊരു സെറ്റപ്പാണ്, ഇത്ര മാത്രമേ ഉള്ളൂ ആക്ച്വലി പറയുകയാണെങ്കിൽ. നമ്മൾ ഇനി അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കത്തില്ല, ഫുൾ സെറ്റപ്പൊക്കെ മാറും. അപ്പോൾ 10K എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് 50K എത്തണം, 100K ഒക്കെ എത്തണം, അടുത്തന്നെ എത്തണം എന്നുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ സപ്പോർട്ട് ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് എ ഫൺ അഭിനവ് സൈനിങ് ഓഫ്. ബൈ.